വെൽക്കം. തഹ്മാനാണ്. ആന്റിമൈക്രോബിയൽ ഏജന്റ്സ്, ആന്റിബയോട്ടിക്സ്. ഈ വീഡിയോ സീരീസിൽ നമുക്ക് ഈ വീഡിയോയിൽ പറയേണ്ടത് സെൽ വാൾ സിന്തസിസ് ഇൻഹിബിറ്റേഴ്സ് വിഭാഗം മരുന്നുകളാണ്. സോ ബാക്ടീരിയയെ കുറിച്ചിട്ടാണ്, ബാക്ടീരിയയുടെ സെൽ വാൾ സിന്തസിസ് ഇൻഹിബിറ്റേഴ്സ് ആയിട്ടുള്ള മരുന്നുകളെ കുറിച്ചിട്ടാണ് നമുക്ക് പറയേണ്ടത്. സോ നമുക്ക് പറയാൻ ധാരാളം മരുന്നുകളുണ്ട്. ഫോസുമൈസിൻ, സൈക്ലോസെറിൻ, ബാസിട്രാസിൻ, വാങ്കോമൈസിൻ ഗ്രൂപ്പാണ്, വലിയൊരു ഗ്രൂപ്പാണ്. ദെൻ ബീറ്റാലാക്ടംസ് ഓൾസോ ബിഗ് ഗ്രൂപ്പാണ്. അതിൽ പെൻസിലിൻ വരും, സെഫലോസ്പോറിൻ വരും, പെനാംസ് വരും, മോണോബാക്ടംസ്. സോ ഇങ്ങനെയൊക്കെയുള്ള എല്ലാ മരുന്നുകളും. സോ ഇത്രയും മരുന്നുകളുടെ മെക്കാനിസം of action ആണ് നമ്മൾ പറയാം. സോ വി ആർ ടോക്കിംഗ് അബൌട്ട് മെക്കാനിസം ഓഫ് ആക്ഷൻ ഓഫ് ദീസ് ഡ്രഗ്സ്. ബാക്ടീരിയകളെ നമ്മൾ രണ്ടാക്കി തിരിച്ചാൽ ഗ്രാം പോസിറ്റീവ് ഉണ്ട്, ഗ്രാം പോസിറ്റീവ് ഉണ്ട് ആൻഡ് ഗ്രാം നെഗറ്റീവ് ഉണ്ട് അല്ലേ. ഇത് തമ്മിൽ പ്രധാനപ്പെട്ട വ്യത്യാസം എന്താ? പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് വെച്ചാൽ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയകൾക്ക് ഒരു ഔട്ടർ തിക്ക് ആയിട്ടുള്ള ഒരു സെൽ വാൾ ഉണ്ട്. സെൽ വാൾ ഈസ് മേഡ് ഓഫ് വാട്ട്? പെപ്റ്റിഡോ ഗ്ലൈക്കാൻ ആണ്. പെപ്റ്റിഡോ ഗ്ലൈക്കാൻ എന്ന് പറയുന്ന ഒരു സെൽ വാൾ ലെയർ, അതൊരു ഹൈ പെപ്റ്റിഡോ ഗ്ലൈക്കാൻ ആണ്. ഒരുപാടുണ്ട്. ഇപ്പോൾ ഒരു ഏകദേശം 30 to 100 നാനോ മൈക്രോൺസ് അത്രയും തിക്നെസ് ഉണ്ട്. ഇതാണ് ഞാൻ ഈ പറയുന്ന പെപ്റ്റിഡോ ഗ്ലൈക്കാൻ ലെയർ. അപ്പോൾ ഇത് ഗ്രാം പോസിറ്റീവ് ആണ്. പക്ഷെ ഗ്രാം നെഗറ്റീവിന് നോക്കിക്കഴിഞ്ഞാൽ ഇത് വളരെ കുറവാണ്. ഒരു 2 to 10 നാനോ മൈക്രോൺ മാത്രമേ ഉള്ളൂ. സോ ഇതാണ് ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം. ഇനി രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് വെച്ചാൽ ഗ്രാം നെഗറ്റീവിന് ഇതിന്റെ പുറത്ത് വീണ്ടും സെൽ മെംബ്രെയിൻ ഉണ്ട്. അപ്പോൾ 2 സെൽ മെംബ്രെയിൻ ഉണ്ട്. ഇതൊരു സെൽ മെംബ്രെയിൻ ആണ്, ഓൾറെഡി സെൽ മെംബ്രെയിൻ ഉണ്ട്. അതിന്റെ പുറത്തൊരു പെപ്റ്റിഡോ ഗ്ലൈക്കാൻ, ചെറിയൊരു പെപ്റ്റിഡോ ഗ്ലൈക്കാൻ, അതിന്റെ പുറത്ത് വീണ്ടും സെൽ മെംബ്രെയിൻ ഉണ്ട്. ദെൻ അതിന്റെ പുറത്ത് അതിന്റെ ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള LPS, ലിപ്പോ പോളിസാക്കറൈഡ്സ്. ഓരോ ബാക്ടീരിയകൾക്കും ഗ്രാം നെഗറ്റീവിന് അത് വ്യത്യസ്തമായിരിക്കും. സോ ഇതാണ് ഇമ്മ്യൂണോജനിക് ഒക്കെ ആവുന്നത്. സോ ഇതാണ് പ്രധാനപ്പെട്ട വ്യത്യാസം. സോ വ്യത്യാസം ഈസ് ഇൻ ദർ പെപ്റ്റിഡോ ഗ്ലൈക്കാൻ ലെയർ. അപ്പോൾ നമ്മൾ ഈ സെൽ വാൾ അങ്ങ് തകർക്കുകയാണെങ്കിൽ, സെൽ വാൾ തകർത്താൽ നമുക്ക് ബാക്ടീരിയയെ കൊല്ലാൻ പറ്റും. അപ്പോൾ സെൽ വാൾ തകർത്താൽ നമുക്ക് ഗ്രാം പോസിറ്റീവിനെയാണ് കൂടുതൽ വേഗത്തിൽ കൊല്ലാൻ പറ്റുക. ഇതിനാണെങ്കിൽ ഈ സെൽ മെംബ്രെയിനിൽ തോളാക്കി ഉണ്ടാക്കണം. ഇതിന് ഇവിടെ നശിപ്പിച്ചാലും കുറച്ച് ഗുണമുണ്ട്, പിന്നെയും അങ്ങോട്ടേക്ക് ഇവിടത്തേക്ക് എളുപ്പം കയറാം. എങ്കിലും ഗ്രാം പോസിറ്റീവിനെ കൊല്ലാൻ നമുക്ക് സുഖമായിട്ട് സെൽ വാൾ പെപ്റ്റിഡോ ഗ്ലൈക്കാൻ ലെയർ അങ്ങ് ഉണ്ടാക്കൽ തടസ്സപ്പെടുത്തുക, അല്ലെങ്കിൽ ഉള്ളത് നശിപ്പിക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം. അപ്പോൾ അതിനുപയോഗിക്കുന്ന മരുന്നുകളാണ് നമ്മൾ ബാക്ടീരിയൽ സെൽ വാൾ സിന്തസിസ് ഇൻഹിബിറ്റേഴ്സ്. സോ സെൽ വാൾ സിന്തസിസ് ഇൻഹിബിറ്റേഴ്സ് ഗ്രൂപ്പുകൾ മരുന്നുകൾ അതാണ്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, സെൽ വാൾ എന്ന് പറഞ്ഞാൽ ഒരിക്കലുണ്ടായി, ഇങ്ങനെ അങ്ങോട്ട് ഉണ്ടായി, ദെൻ അതിനുശേഷം അങ്ങനെ തന്നെ നിൽക്കുകയല്ല. ഇറ്റ്സ് എ ഡൈനാമിക് ആണ്. ഡൈനാമിക് മീൻസ് ഉണ്ടാക്കൽ തുടർന്നുകൊണ്ടിരിക്കുന്നു, ഭാഗം നശിപ്പൊക്കെ ഉണ്ട്. സോ ഉണ്ടാക്കുക, നശിക്കുക, ഉണ്ടാക്കുക, നശിക്കുക, ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊന്ന് മനസ്സിലാക്കി വെച്ചു. സോ നമ്മൾ മരുന്നുകളെ കുറിച്ച് എഴുതിയത് ഒരു ഓർഡറിലാണ്. അപ്പോൾ നമ്മൾ ഈ മരുന്നിന്റെ ഈ ഓർഡർ ഒന്ന് ഓർത്തിരിക്കാനായിട്ട് നമുക്ക് ചെറിയൊരു നിമോണിക് വേണ്ടി വരും. സോ ഞാൻ F for ഫുട്ബോൾ, C for ക്ലബ്ബ്, ഫുട്ബോൾ ക്ലബ്ബ് ബാഴ്സലോണ, വിൻസ്. പിന്നെ B വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ചേർക്കാം. ഞാൻ ബ്രിട്ടീഷ് കപ്പെന്നോ ബ്രിട്ടീഷ് ലീഗെന്നോ എന്തെങ്കിലും. സോ ഫുട്ബോൾ ക്ലബ്ബ് ബാഴ്സലോണ, വിൻസ്, ബ്രിട്ടീഷ് ലീഗ്. അപ്പോൾ ഇതെല്ലാം കൃത്യം ആ ഓർഡറിൽ വരും. ഓർഡറിന് പ്രാധാന്യമുണ്ട്. കാരണം മെക്കാനിസം ആക്ഷൻ ഞാൻ പറയുമ്പോൾ ആദ്യം ഫോസ്മൈസിൻ ആയിരിക്കും പറയുക, ദെൻ സൈക്ലോസെറിൻ പറയും, ദെൻ ബാസിട്രാസിൻ പറയും, വാങ്കോമൈസിൻ ആൻഡ് ബീറ്റാലാക്ടം. സോ ആ ഓർഡർ ബാക്ടീരിയയുടെ സെൽ വാൾ ഉണ്ടാക്കി നമ്മൾ പോകും. അതിനിടയിൽ വെച്ചിട്ട് ഓരോന്ന് ആക്ഷൻ എങ്ങനെയാണ്, ഓരോ മരുന്നുകളുടെയും ആക്ഷൻ എങ്ങനെയാണെന്നായിരിക്കും നമ്മൾ പറഞ്ഞു പോകും. അപ്പോൾ നമുക്ക് തകർക്കേണ്ടത് പെപ്റ്റിഡോ ഗ്ലൈക്കാൻ ആണ്. പെപ്റ്റിഡോ ഗ്ലൈക്കാൻ, ഞാൻ അതൊന്നും കൂടി എഴുതാം. പെപ്റ്റിഡോ ഗ്ലൈക്കാൻ. ഈ പേര് ശരിക്കൊന്ന് സൂക്ഷിച്ചു നോക്കി കഴിഞ്ഞാൽ 2 കാര്യങ്ങൾ അതിനകത്തുണ്ടാവും. ഒന്ന് പെപ്റ്റിഡോ, 2 ഗ്ലൈക്കാൻ. എന്താണ് ഈ പെപ്റ്റിഡോ? പെപ്റ്റിഡോ നമ്മൾ കേട്ടിട്ടുള്ളത് അമിനോ ആസിഡുകൾ കൂടി ചേർന്ന്, ഇതൊരു അമിനോ ആസിഡ്, അമിനോ ആസിഡ്, അമിനോ ആസിഡ്, അമിനോ ആസിഡ്. സോ അമിനോ ആസിഡ് ആണ്. ഇതൊരു പെപ്റ്റൈഡായി അല്ലേ. അതിനാണ് നമ്മൾ പെപ്റ്റൈഡ്സ് എന്ന് പറയുക. അപ്പോൾ പെപ്റ്റിഡോ മീൻസ് സംതിങ് ദർ ഈസ് എ പെപ്റ്റൈഡ്. അമിനോ ആസിഡുകൾ കൂടി ചേർന്നൊരു ഭാഗം അവിടെ ഉണ്ടാകണം. ദെൻ ഗ്ലൈക്കാൻ എന്ന് പറഞ്ഞാലോ, ഇതൊരു ഗ്ലൂക്കോസ് ആണെങ്കിൽ ഇത് മറ്റൊരു ഗ്ലൂക്കോസ് തന്നെ ആവണമെന്നില്ല, ഗ്ലൂക്കോസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാർ, അതിനാണ് നമ്മൾ ഗ്ലൈക്കാൻ എന്ന് പറയാം. സോ ഇങ്ങനെയുള്ള സംഭവമുണ്ട്. സോ ദർ ഈസ് സം ഗ്ലൂക്കോസ് പോലെയുള്ള സംഭവമുണ്ട്, പെപ്റ്റിഡോ ഉണ്ട്. ഇത് രണ്ടും കൂടി ചേരണം. അപ്പോൾ ഇത് ഗ്ലൈക്കാനിൽ ഇവിടെ ഒരു അമിനോ ആസിഡ് പിടിപ്പിച്ചിട്ട് ഇവിടെ വേറൊരു ഗ്ലൈക്കാൻ ഇങ്ങനെ പിടിപ്പിക്കുകയാണെങ്കിൽ, സോ ദിസ് ഈസ് നൗ എ പെപ്റ്റിഡോ ഗ്ലൈക്കാൻ. ഇങ്ങനെ മാല പോലെ അങ്ങ് ഇവിടെ താഴത്തേക്കും ഇങ്ങോട്ടും ഒക്കെ വരച്ചു നോക്കി, ദാറ്റ് വിൽ ബി എ ബിഗ് പെപ്റ്റിഡോ ഗ്ലൈക്കാൻ. സോ ഇതാണ് പെപ്റ്റിഡോ ഗ്ലൈക്കാൻ. അപ്പോൾ ബാക്ടീരിയ എന്ത് ചെയ്യണം? ബാക്ടീരിയ ഈ ഗ്ലൈക്കാൻ ഉണ്ടാക്കണം, പെപ്റ്റൈഡ്സ് ഉണ്ടാക്കണം അല്ലെ. അപ്പൊ ഗ്ലൈക്കാൻ ഏതൊക്കെയാണെന്നാണ് നമ്മൾ ആദ്യം പറയാം. 2 ഗ്ലൈക്കാൻ ഉണ്ട് ബാക്ടീരിയയുടെ സെൽ വാൾ. ഒന്ന് N അസറ്റൈൽ ഗ്ലൂക്കോസമിൻ ആണ്. N അസറ്റൈൽ ഗ്ലൂക്കോസമിൻ, അല്ലെങ്കിൽ നമ്മൾ ഇനി നാഗ്
നാഗ് എന്ന് എഴുതും, എൻ അസറ്റൈൽ ഗ്ലൂക്കോസ്. രണ്ടാമത്തത് എൻ അസറ്റൈൽ തന്നെയാണ്, മുരാമിക് ആസിഡ് ആണ്, മുരാമിക് ആസിഡ്. അതിനെ നമുക്ക് അപ്പോൾ നാം എന്ന് എഴുതാം. സോ ഇത് രണ്ടുമാണ് ബാക്ടീരിയയുടെ ഈ ഗ്ലൂക്കോസ് പാർട്ട്, ഗ്ലൈക്കാൻ പാർട്ട്, കാർബോഹൈഡ്രേറ്റ് ഭാഗം. ആൻഡ് ഈ മുരാമിക് ആസിഡിൽ നമ്മൾ എൻ അസറ്റൈൽ മുരാമിക് ആസിഡ് പെൻറ്റാപെപ്റ്റൈഡ് എന്നായിരിക്കും പറയാം. അതിൻ്റെ അർത്ഥം 1 2 3 4 5 അമിനോ ആസിഡുകൾ ചേർന്ന ഒരു സംഭവം കൂടി വാല് പോലെ കിടപ്പുണ്ടാവും. സോ അതാണ് എൻ അസറ്റൈൽ മുരാമിക് ആസിഡ് പെൻറ്റാപെപ്റ്റൈഡ്. സോ ബാക്ടീരിയ ഇപ്പോൾ ഇതാണെങ്കിൽ ബാക്ടീരിയയുടെ അകത്ത് ഈ മോണോമേഴ്സ് ഉണ്ടാക്കണം അല്ലേ, പുറത്ത് വെച്ച് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ NAG ഇതിനകത്ത് ഉണ്ടാക്കണം, ദെൻ NAM ഇതിനകത്ത് ഉണ്ടാക്കണം, ആൻഡ് NAM പെൻറ്റാപെപ്റ്റൈഡ് ആക്കണം. എന്നിട്ട് ഇതിനെ തമ്മിലൊന്ന് പിടിപ്പിക്കണം. എന്നിട്ട് ഇത് പുറത്ത് കൊണ്ടുപോകണം. പുറത്ത് കൊണ്ടുപോയിട്ട് ഇത് അടുക്കി ഇങ്ങനെ പെപ്റ്റൈഡ്സിനെ നമ്മൾ അടുക്കി ഇങ്ങനെ പിടിപ്പിക്കുക. ഇതാണ് സെൽ വാൾ സിന്തസിസ് എന്ന് പറയുന്ന പ്രോസസ്. ഓക്കെ, അസംബിൾ ചെയ്യുക, പുറത്ത് കൊണ്ടുപോയിട്ടാണ് അസംബിൾ ചെയ്യുക. സോ നമ്മുടെ മരുന്നുകൾ ഇതിന്റെ എവിടെയെങ്കിലും ഉള്ള ഓരോ പ്രോസസ്സുകളായിരിക്കും തടയുക. നമുക്ക് ആദ്യം ഉണ്ടാക്കേണ്ടത് എൻ അസറ്റൈൽ ഗ്ലൂക്കോസ് അമീൻ ആണ്. എൻ അസറ്റൈൽ ഗ്ലൂക്കോസ് അമീൻ ഓർ നാഗ് ഉണ്ടാക്കണം. നാഗ് നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങുന്നത് ഫ്രക്ടോസ് 6-ഫോസ്ഫേറ്റിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് കെമിസ്ട്രി, കൃത്യം സ്ട്രക്ചർ ഒന്നുമല്ല, ഏകദേശം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമുള്ള കെമിസ്ട്രിയാണ്. ഓക്കെ, ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഇതാ ഇവിടെ ഫോസ്ഫേറ്റ് ഉണ്ടെന്ന് കരുതുക. ഓക്കെ, ഇത് ഫ്രക്ടോസ്, ഇവിടെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, ഇവിടെ ഇങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഓക്കെ, ഇത് ഫ്രക്ടോസ് 6-ഫോസ്ഫേറ്റ് ആണെന്ന് കരുതിയാൽ ഇതിന്റെ രണ്ടാമത്തെ പൊസിഷനിൽ നമ്മൾ ആദ്യം ഒരു അമിനോ ഗ്രൂപ്പ് പിടിപ്പിക്കും. എന്നിട്ട് അതിനൊന്ന് ഐസോമറൈസ് ചെയ്തിട്ട് അപ്പോൾ ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ആകും. ദെൻ ഈ പിടിപ്പിച്ച അമിനോ ഗ്രൂപ്പ് രണ്ടാമത്തെ പൊസിഷനിൽ നമ്മൾ ഒരു അസറ്റൈൽ ഗ്രൂപ്പ് കൂടി പിടിപ്പിച്ചാൽ നമുക്ക് അതിനെ നമ്മൾ എൻ അസറ്റിലേഷൻ എന്നാണ്. എൻ അസറ്റിലേഷൻ ഇങ്ങനെ നടത്തുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ വേണ്ട സാധനം നമുക്ക് കിട്ടി. അതാണ് ഇത്. ഇവിടെ ഫോസ്ഫേറ്റ് ഇരിപ്പുണ്ട്, ഇവിടെ രണ്ടാമത്തെ, ഇത് ഒന്നാണെങ്കിൽ ഇത് 2 ആണ്. 2ൽ നമ്മൾ ആദ്യം എൻ ആണ് പിടിപ്പിച്ചത്, ദെൻ അസറ്റൈൽ ഗ്രൂപ്പ് പിടിപ്പിച്ചു. ഓക്കെ, പിന്നെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ഇതിങ്ങനെ അങ്ങ് വരച്ചു കഴിഞ്ഞാൽ ഇവിടെ സംഭവങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ വരച്ചു വെച്ചിരിക്കും. സോ നൗ ഇറ്റ് ഈസ് ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ്. സോ സംഭവം ഇതാണ്, എൻ അസറ്റൈൽ ഗ്ലൂക്കോസ് അമിനായി. സോ എന്നിൽ തുടങ്ങുന്നുണ്ട് അമിനായി. സോ എൻ അസറ്റൈൽ ഗ്ലൂക്കോസ് അമിൻ എന്ന് പറയുന്ന സാധനം നമ്മൾ ആദ്യം ഇങ്ങനെ ഉണ്ടാക്കും. ഓക്കെ, ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നുമില്ല. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഫോസ്ഫേറ്റിൽ ഒരെണ്ണം മാറ്റിയിട്ട് നമ്മൾ UDP അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ UDP ചേർക്കുമ്പോഴത്തേക്കും പൈറോഫോസ്ഫേറ്റ് ആകും. അപ്പോൾ 2 ഫോസ്ഫേറ്റ് ഇവിടെ വരും അല്ലേ. ഇങ്ങനെ ബയോകെമിസ്ട്രിയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. സോ ഇത് ചെയ്യാനായിട്ട് നമുക്കൊരു എൻസൈം വേണം. അതിന്റെ പേര് UTP പൈറോഫോസ്ഫേറ്റേസ് എന്ന എൻസൈമാണ്. അപ്പോൾ ഇപ്പൊ എന്ത് കിട്ടി? അപ്പോൾ നമ്മൾ ചെറിയൊരു വ്യത്യാസമുള്ളൂ, എൻ അസറ്റൈൽ ഗ്ലൂക്കോസമിൻ തന്നെയാണ്, പക്ഷേ UDP എൻ അസറ്റൈൽ ഗ്ലൂക്കോസമിൻ എന്ന് നമുക്ക് എഴുതണം. സോ നമ്മൾ ഈ സംഭവം വരെ ഉണ്ടാക്കി, ഒരു മരുന്നും നമ്മൾ ഇവിടെ ഒന്നും ഇടപെടുന്നില്ല. ഇനി ഈ കിട്ടിയ UDP NAG, ഇപ്പൊ ഇത് UDP NAG ആണ്. UDP NAGയിലേക്ക് നമ്മൾ ഫോസ്ഫോ ഇനോൾ പൈറുവേറ്റ്, ഇതാണ് സംഭവം, ഫോസ്ഫോ ഇനോൾ പൈറുവേറ്റ്, ഈ പൊസിഷനിലേക്ക്, മൂന്നാമത്തെ പൊസിഷനിലേക്ക് നമ്മൾ PEP ഫോസ്ഫോ ഇനോൾ പൈറുവേറ്റ് എന്ന് പറയുന്ന PEP, ഞാനിവിടെ വലുതാക്കി എഴുതാം, PEP എന്ന് പറയുന്ന സംഭവം ഇവിടത്തേക്ക് മൂന്നാമത്തെ പൊസിഷനിലേക്ക് പിടിപ്പിക്കും. ഇത് പിടിപ്പിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സാധനമാണ് എൻ അസറ്റൈൽ മ്യൂറാമിക് ആസിഡ്. സോ UDP ഉണ്ട് കേട്ടോ, UDP എൻ അസറ്റൈൽ മ്യൂറാമിക് ആസിഡ് നമുക്ക് കിട്ടി. നമുക്ക് വേണ്ടെന്നൊക്കെയായിരുന്നു, NAGയും കിട്ടി, NAMഉം കിട്ടി. സോ ഇതിനപ്പോൾ വേറൊരു പേര് കൂടിയുണ്ട്, UDP NAG ലാക്ടേറ്റ് എന്നും വിളിക്കും, കാരണം നമ്മൾ പിടിപ്പിച്ചത് ഫോസ്ഫോ ഇനോൾ പൈറുവേറ്റ് ആണ് പിടിപ്പിച്ചത്. സോ ഈ സ്റ്റെപ്പ്, ദിസ് സ്റ്റെപ്പ് ഓഫ് മേക്കിംഗ് ദിസ് കൺവേർഷൻ ഓർ ആഡിങ് ഓഫ് ദിസ് ഫോസ്ഫോ ഇനോൾ പൈറുവേറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ്. ആദ്യത്തെ പ്രധാനപ്പെട്ട സ്റ്റെപ്പാണ് സെൽ വാൾ സിന്തസിസിലെ ഏറ്റവും ഫസ്റ്റ് പ്രധാനപ്പെട്ട ഇടപാട് ഇതാണ്. സോ ഇവിടെയാണ് നമ്മുടെ ഫസ്റ്റ് മരുന്ന് പ്രവർത്തിക്കുക. ആ മരുന്നിന്റെ പേരാണ് ഫോസ്ഫോമൈസിൻ. നിങ്ങൾ ഈ പടത്തിലേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കി, രണ്ടുപേരെയും കണ്ടാൽ ഏകദേശം ഒരേപോലെയാണ് ഇരിക്കുക. ഒറ്റയടിക്ക് ഫോസ്ഫോ ഇനോൾ പൈറുവേറ്റിന് പകരം നമുക്ക് ഫോസ്ഫോമൈസിൻ എടുത്തു വെച്ചാലും കുഴപ്പമില്ല എന്ന് തോന്നുന്ന രീതിയിൽ രണ്ടിന്റെയും സ്ട്രക്ചർ ഒരേപോലെ ഇരിക്കും. സോ ഫോസ്ഫോ ഇനോൾ പൈറുവേറ്റ് ആഡ് ചെയ്യേണ്ടടുത്ത് നമ്മൾ ഫോസ്ഫോമൈസിൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ പകരം ഫോസ്ഫോമൈസിൻ പോയി പിടിച്ചാൽ NAM ആവോ? ഇല്ല. അപ്പൊ NAM ആകില്ല, കാരണം ഈ NAMത്തിന്റെ ഇവിടെയാണ് നമുക്ക് വേറെ കുറെ ആൾക്കാരെ പിടിപ്പിക്കാനുണ്ട്, അത് നടക്കില്ല. സോ വി ഇൻഹിബിറ്റ് ദിസ് എൻസൈം, ഫോസ്ഫോ ഇനോൾ പൈറുവേറ്റ് പിടിപ്പിക്കുന്ന ആ എൻസൈമിന്റെ പേര് പൈറുവേറ്റ് ട്രാൻസ്ഫറേസ് എന്നാണ്. ആൻഡ് വേറെ പേരുണ്ട് മുർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് സെൽ മെംബ്രെയിൻ എന്നുള്ള അർത്ഥമൊക്കെ
മുറുകളൊക്കെ ഉള്ളു. മുർ എ, മുർ ബി എന്നൊക്കെ പറയും. എല്ലാം ഇനി മുറുകളാണ്. സോ ഈ എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. സോ ഫോസ്ഫോമൈസിൻ ദ ഫസ്റ്റ് സ്റ്റെപ്പ്, ഇവിടെയാണ് ഫോസ്ഫോമൈസിൻ ആക്ട് ചെയ്യുക. ഫോസ്ഫോമൈസിൻ കൊണ്ടുപോയി ബാക്ടീരിയയ്ക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ബാക്ടീരിയ ഇതാണെന്ന് കരുതി ഇതുകൊണ്ട് അവിടെ വെക്കും. അതോടുകൂടി അവന്റെ പണി തീരും. സോ സെൽ വോൾ സിന്തസിസ് സ്റ്റോപ്പ് ആകും. UDP-NAG വിൽ നോട്ട് ബി കൺവേർട്ടഡ് ടു UDP-NAM. സോ ഇതാണ് ഫസ്റ്റ് ആക്ഷൻ. സോ ആദ്യത്തെ മരുന്ന് ആക്ട് ചെയ്യുന്നത് ഇവിടെയാണ്. അതിന്റെ പേര് ഫോസ്ഫോമൈസിൻ എന്നാണ്. സ്റ്റെപ്പ് ഇവിടെയാണ്. UDP-NAGയിലേക്ക് PEP പിടിപ്പിക്കുന്നത് തടയുന്നു. സെൽ വോൾ സിന്തസിസ് നടക്കുന്നില്ല. ഇതാണ് ഇതിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ. ഇനി ഫോസ്ഫോമൈസിൻ നമ്മൾ കൊടുത്തിട്ടില്ല. നമ്മൾ സ്റ്റെപ്പായിട്ട് മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ കയ്യിൽ ഇപ്പോൾ NAG ഉണ്ട്. എല്ലാ NAGയും NAM ആവുന്നില്ല. കുറെ NAG ഉണ്ടാവും. ദെൻ കുറെ NAM ഉണ്ട്, NAM ഉണ്ട്. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഈ NAMലേക്ക് 5 അമിനോ ആസിഡ് ആഡ് ചെയ്യുക. അതിവിടെ നമ്മൾ മൂന്നാമത്തെ പൊസിഷനിൽ പിടിപ്പിച്ച PEPയിലേക്കാണ് പിടിപ്പിക്കുക. അതിനകത്തേക്ക് അമിനോ ആസിഡ് ആഡ് ചെയ്യലാണ്. സോ PEPയിലേക്ക് അമിനോ ആസിഡുകൾ ആഡ് ചെയ്യുന്നു. ആദ്യം ആഡ് ചെയ്യുന്നതിന്റെ പേര് L-അലാനിൻ ആണ്. സോ L-അലാനിൻ ആണ് ആദ്യം ആഡ് ചെയ്യുന്ന അമിനോ ആസിഡ്. ദെൻ രണ്ടാമത്തെ അമിനോ ആസിഡ് D-ഗ്ലൂട്ടമിൻ ആണ്. D-ഗ്ലൂട്ടമിൻ ആണ്. ദെൻ മൂന്നാമത്തെ ഇറ്റ് ക്യാൻ ബി ഡിഫറെന്റ്, പലതിനും പലതാകാം. ഉദാഹരണത്തിന് L-ലൈസീൻ ആകാം. അത് ഗ്രാം പോസിറ്റീവ് ആണെങ്കിൽ. ഇഫ് ഇറ്റ് ഈസ് ഗ്രാം നെഗറ്റീവ് ആണെങ്കിൽ അവിടെ ഡൈഅമിനോപിമെല്ലിക് ആസിഡ് ആയിരിക്കും. സോ മൂന്നാമത്തെ അമിനോ ആസിഡിന് ചില കാര്യങ്ങളിൽ ചെറിയ വ്യത്യാസം ഉണ്ടായിരിക്കും. ഇത് ഗ്രാം നെഗറ്റീവിലാണെങ്കിലാണ് ദിസ് ഡൈഅമിനോപിമെല്ലിക് ആസിഡ് വരിക. ആവശ്യം വ്യത്യാസമാണ്. ദെൻ ഇനി അവസാനത്തെ 4ാമത്തെ ആൾക്കാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് രണ്ടും അലാനിനാണ്. അപ്പൊ 2 അലാനിൻ, രണ്ടും D-അലാനിനാണ്. അപ്പൊ നമ്മൾ ഒരു D-അലാനിൻ പിടിപ്പിച്ചു, രണ്ടാമത്തെ D-അലാനിൻ. സോ ഇതിനെ രണ്ടിനെയും കൂടി ചേർത്തിട്ട് നമ്മൾ വിളിക്കുക D-അലാനൈൽ. D-അലാനിൻ എന്നാണ് വിളിക്കുക. ഇനി നമ്മൾ ഇതിനെ വിളിക്കുക D-അല എന്ന് നമ്മൾ പറയും. സോ അതാണ് D-അലാനൈൽ. സോ ഇതാണ് അടുത്ത പ്രോസസ് എന്ന് പറയുന്നത്. സോ ഇപ്പൊ എന്തായി? NAM പെന്റാപെപ്റ്റൈഡ്. അപ്പൊ നമുക്കിപ്പോ NAM പെന്റാപെപ്റ്റൈഡ് ആയി. ഇനി നമുക്ക് എന്താ വേണ്ടത്? ഈ NAM പെന്റാപെപ്റ്റൈഡും NAGയും കൂടി ചേർക്കില്ല. ഇത് രണ്ടും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു മോണോമർ കിട്ടും. സോ ഇതാണ് ഒരു ബിൽഡിംഗ് ബ്ലോക്ക്, മോണോമർ കിട്ടും. സോ ഇത് രണ്ടും കൂടി പിടിപ്പിക്കുന്നതിനെ നമ്മൾ ഗ്ലൈക്കോസിലേഷൻ എന്നാണ് പറയുക. 2 ഗ്ലൂക്കോസുകൾ തമ്മിലാണ് പിടിപ്പിച്ചിരിക്കുക. ഗ്ലൈക്കോസിലേഷൻ എന്ന് നമ്മൾ പറയും. സോ ഇതൊക്കെ നടക്കുന്ന എവിടെയായിരുന്നു? ഇതെല്ലാം നടക്കുന്നത് ബാക്ടീരിയയുടെ സൈറ്റോപ്ലാസത്തിന്റെ അകത്താണ്, ബാക്ടീരിയയുടെ ഉള്ളിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി പല ബാക്ടീരിയകൾക്കും ഈ മൂന്നാമത്തെ അമിനോ ആസിഡിൽ ഇങ്ങനെ വീണ്ടും ഒരു സൈഡ് ചെയിൻ ഉണ്ടായിരിക്കും. മിക്കവാറും എല്ലാത്തിനും ഗ്ലൈസീൻ ആയിരിക്കും, അല്ലെങ്കിൽ ചിലതിനൊക്കെ ചെറിയ വ്യത്യാസം ഉണ്ടാകും. സോ 3rd അമിനോ ആസിഡിൽ വീണ്ടും അമിനോ ആസിഡ് സൈഡ് ചെയിൻ ഉണ്ട് എന്ന് കൂടി മനസ്സിലാക്കും. നമുക്ക് സെൽ മെമ്പറൈൻ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരുന്നാൽ മതിയോ? നമുക്ക് പൊളിക്കണ്ടേ? നമ്മൾ പൊളിക്കാനുള്ള മരുന്നുകളെ കുറിച്ചിട്ടാണ് നമുക്ക് പറയേണ്ടത്. സോ നമുക്ക് ഇവിടെ വെച്ചിട്ട് അങ്ങ് പൊളിക്കാം. സോ ഈ മരുന്നിന്റെ പേര് സൈക്ലോസെറിൻ എന്നാണ്. സൈക്ലോസെറിൻ. അപ്പൊ ആദ്യത്തെ നമ്മൾ ഫുട്ബോൾ ആണ് പറഞ്ഞത്. അപ്പൊ ഫോസ്ഫോമൈസിൻ ക്ലബാണ് സൈക്ലോസെറിൻ. സോ സൈക്ലോസെറിൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ D-അല ഇവിടെ വെച്ച് പിടിപ്പിക്കുന്നത് അങ്ങ് ബ്ലോക്ക് ചെയ്യും. അതാണ് അതിന്റെ പരിപാടി. അപ്പൊ അതെന്തൊക്കെ ചെയ്യും? അതിനുവേണ്ടി നമുക്കറിയാം D-അലാനിൻ ഉണ്ടാക്കണമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ ബാക്ടീരിയയുടെ ആയാലും മിക്കവാറും എല്ലാം ആയിരിക്കും, ലീവോഫോം ആയിരിക്കും. സോ L-അലാനിനെ എന്ത് ചെയ്യണം? L-അലാനിൽ നിന്ന് വേണം D-അലാനിൻ ഉണ്ടാക്കിയെടുക്കുക. L-അലാനിൻ D-അലാനിൻ ഉണ്ടാക്കുന്നത് റെസിമേസസ് വഴിയാണ്, അല്ലെ? റെസിമേസ്. സോ D-അലാനിൻ റെസിമേസസ് എൻസൈം അല്ലെങ്കിൽ ജസ്റ്റ് അലാനിൻ റെസിമേസസ് എന്ന് പറയുന്ന ഒരു എൻസൈം വെച്ചിട്ടാണ് D-അലാനിൻ ഉണ്ടാക്കുക. അതങ്ങ് തടയും. സോ ദാറ്റ്സ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി രണ്ട് D-അല കൂടി ചേർന്നാലാണ് D-അല ആവുക. അപ്പോൾ അതിനെന്ത് വേണം? നമുക്ക് D-അല സിന്തേസ് വേണം, അല്ലെ? D-അല സിന്തേസ് എന്ന് പറയുന്ന എൻസൈം വേണം. അപ്പോഴാണ് 2 കൂടി ചേരുക. അതിനെ അങ്ങ് തടയും. സോ സെക്കൻഡ് സ്റ്റെപ്പ് അതാണ്. ഇനി 3ാമത്തെ സ്റ്റെപ്പ് ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് വിചാരിച്ചാൽ ഇത് രണ്ടും കൂടി ചെന്ന് ഇവിടെ കൊണ്ടുപോയി പിടിപ്പിക്കണമെങ്കിൽ അതിന് നമുക്ക് വേണ്ടത് D-അല ലിഗേസ് ആണ്, അല്ലെ? ലിഗേസ് എന്ന് വെച്ചാൽ ഒട്ടിച്ചേർക്കുക എന്നാണ് അർത്ഥം. സോ ലിഗേറ്റ് ചെയ്യുക. അപ്പോൾ ഇതിനെയും തടയും, ലിഗേസിനെയും തടയും. സോ 3 രീതിയിൽ അലാനിൻ റെസിമേസിനെ തടയും, D-അല സിന്തേസിനെ തടയും, D-അല ലിഗേസിനെയും തടയും. ഇത് 3ഉം തടയുമ്പോഴത്തേക്കും D-അലയും ഇല്ല, D-അല പിടിപ്പിക്കലും ഇല്ല. അപ്പോൾ എന്തില്ല? സെൽ വോൾ ഇല്ല. സെൽ വോളിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ട്രക്ചറൽ ഇൻഗ്രീഡിയന്റ് ആണ് ഈ അവസാനത്തെ. ഇതില്ലെങ്കിൽ പരിപാടിയൊന്നും നടക്കില്ല. സോ സൈക്ലോസെറിൻ ഈസ് എ സ്ട്രക്ചറൽ അനലോഗ് ഓഫ് D-അലാനിൻ. സൈക്ലോസെറിൻ എന്ന് പറയുന്നത് D-അലാനിനെ പോലെ തന്നെ ഇരിക്കുന്ന ഒരു സ്ട്രക്ചറൽ അനലോഗാണ്. സംശയമുണ്ടോ? സംശയമുള്ളവർക്ക് ഉള്ളതാണ് സ്ട്രക്ചർ. സോ ദിസ് ഇസ് D-സൈക്ലോസെറിൻ എന്ന് പറയുന്ന മരുന്നാണ്. ഇത് D-അലാനാണ്, ഇത് L-അലാൻ. സോ ഇത് ഏകദേശം ഒരേപോലെ ഇരിക്കുന്നത് കൊണ്ടാണ് ഈ എൻസൈംസിനെ എല്ലാത്തിനെയും
ഇതിന് ഇൻഹിബിറ്റ് ചെയ്യാനായിട്ട് പറ്റുക. സോ ഇറ്റ്സ് എ സ്ട്രക്ചറൽ അനലോഗ് ആൻഡ് ഇൻഹിബിറ്റ് 3 സ്റ്റെപ്സ്, 3 സ്റ്റെപ്പുകൾ ഞാൻ പറഞ്ഞു. റെസിമേസിന് തടയും DLR സിന്തേസിന് തടയും DLR ലിഗേസ്. ഇപ്പോ റെസിമേസ്, സിന്തേസ് ആൻഡ് ലിഗേസ് എല്ലാം തടയും. സോ നോ സെൽ വോൾ. ഈ DLR ലിഗേസിന് MUR-F എന്നുകൂടി എന്ന് പേരുണ്ട്. MUR-F. അപ്പൊ നമ്മൾ MUR-A MUR-B ഒക്കെ കണ്ടു. അപ്പൊ MUR-F അതും കൂടി ഒന്ന് കേട്ട് വെച്ചേക്കാം. അപ്പൊ നമ്മളിവിടെ സൈക്ലോസെറിനും കൊടുത്തിട്ടില്ല. അപ്പൊ നമുക്ക് മുന്നോട്ട് പോകാം. നമ്മുടെ കയ്യിൽ ഇത് സെൽ മെംബ്രെയിൻ ആണ്. സെൽ മെംബ്രെയിൻ്റെ അകത്ത് NAM ഉണ്ട്, NAG ഉണ്ട്, NAMന്റെ അടിയിൽ ഇങ്ങനെ സംഭവം ഉണ്ട്. ഇതാണ് ഒരു മോണോമർ ഉള്ളത്. അപ്പൊ ഈ മോണോമറിനെ ഇതുപോലെ ഒരുപാടുണ്ട് കേട്ടോ. ഇങ്ങനെ ഒരെണ്ണം അടുത്തും കൂടി വരച്ചേക്കാം. ഈ മോണോമറിനെ നമുക്ക് എന്ത് ചെയ്യണം? അത് പുറത്തെത്തിക്കണം അല്ലെ. സൈറ്റോപ്ലാസത്തിന്റെ അകത്തിരുന്നിട്ട് കാര്യമില്ലോ. നമുക്ക് സെൽ വാൾ പുറത്താണ് വേണ്ടത്. ഇതിനെ പുറത്തേക്ക് എത്തിക്കാൻ ദർ ഇസ് എ ട്രാൻസ്പോർട്ടർ ഹിയർ. ഇവിടെ ഒരു ട്രാൻസ്പോർട്ടർ ഉണ്ട്. ഈ ട്രാൻസ്പോർട്ടറിന്റെ പേര് ഞാനിപ്പോൾ ട്രാൻസ്പോർട്ടറിനെ ഇങ്ങനെ വരയ്ക്കുകയാണ്. ഈ ട്രാൻസ്പോർട്ടറിന്റെ പേരാണ് ബാക്ടോപ്രിനോൾ എന്നാണ്. ബാക്ടോപ്രിനോൾ പൈറോഫോസ്ഫേറ്റ് ആണ്. അപ്പൊ 2 ഫോസ്ഫേറ്റ് ഉണ്ടാവും. ബാക്ടോപ്രിനോൾ പൈറോഫോസ്ഫേറ്റ് ആണ് സാധനം. ഓർ അതിന് വേറെ പേര് C55 പൈറോഫോസ്ഫേറ്റ് എന്ന് പേരുണ്ട്. അല്ലെങ്കിൽ അണ്ടകാപ്രിനൈൽ ഫോസ്ഫേറ്റ്, ഇങ്ങനെയൊക്കെ പല പേരുണ്ട്. അണ്ടകാപ്രിനൈൽ. സോ ഇതിന്റെ പണി എന്ന് വെച്ചാൽ ഇത് ഇവിടെ ഒന്ന് ഡോക്ക് ചെയ്യും, ഇവിടെ ഒന്ന് ഒട്ടിച്ചേരും. ഇത് ഇങ്ങോട്ടേക്ക് തിരിയുമ്പോൾ ഈ സംഭവങ്ങൾ നമ്മൾക്ക് ഈ സാധനങ്ങൾ പുറത്തെത്തി അല്ലെ. ഞാൻ വലുതായിട്ട് ഇവിടെ വരയ്ക്കാം. ഇതൊന്ന് ഈ സാധനം പുറത്തെത്തി. ഓക്കെ. സോ ഇതാണ് ദ ട്രാൻസ്പോർട്ട്. അപ്പൊ ഇത് പുറത്തെത്തുമ്പോഴത്തേക്കും ഇത് പൈറോഫോസ്ഫേറ്റ് ആണെന്ന് പറഞ്ഞു. പുറത്തെത്തി കഴിയുമ്പോഴത്തേക്കും ഇതിൽ നിന്ന് ഒരു ഫോസ്ഫേറ്റ് വിട്ടുപോകും. ഒരു ഫോസ്ഫേറ്റ് വിട്ടുപോയിട്ട് വെറും ഫോസ്ഫേറ്റ് ആയിട്ട് മാറും. വെറും ഫോസ്ഫേറ്റ് ആണെങ്കിൽ അതിന് തിരിച്ച് വീണ്ടും ഇവിടെ വരാം. പിന്നെ ഒരു ഫോസ്ഫേറ്റ് പിടിക്കുമ്പോൾ പുള്ളി വീണ്ടും ആക്റ്റീവ് ആകും. അപ്പോഴത്തേക്ക് ഇയാൾ വന്ന് കൂട്ടിച്ചേരും. ഇതിങ്ങനെ നടക്കും. സോ ഇങ്ങനെ ഈ പരിപാടി നടക്കുന്നതിനെ നമുക്ക് വിളിക്കുക ബാക്ടോപ്രിനോൾ റീസൈക്ലിംഗ് എന്നാണ്. സോ ബാക്ടോപ്രിനോൾ ഇങ്ങനെ റീസൈക്കിൾ അടിച്ചാലേ ഇവിടുന്ന് പുതിയ ആൾക്കാരെ ഇങ്ങോട്ടേക്ക് ട്രാൻസ്പോർട്ട്. ഞാൻ പറഞ്ഞു ഇതൊരു ഡൈനാമിക് പരിപാടിയാണ് സെൽ വാൾ ഉണ്ടാക്കുക. അപ്പൊ സ്ഥിരമായിട്ട് നടക്കണം. സ്ഥിരമായിട്ട് നടക്കാൻ ട്രാൻസ്പോർട്ടർ ആക്റ്റീവ് ആയിരിക്കണം, അല്ലെങ്കിൽ ബാക്ടോപ്രിനോൾ റീസൈക്ലിംഗ് നടക്കും. ഇവിടെയാണ് നമ്മുടെ മൂന്നാമത്തെ മരുന്ന്. നമ്മുടെ മൂന്നാമത്തെ മരുന്നിന്റെ പേര് നമ്മൾ പറഞ്ഞത് ബാസിട്രാസിൻ എന്ന്. ബാസിട്രാസിൻ, ട്രേസി എന്ന് പറയുന്ന സ്ത്രീ, അതിൽ നിന്ന് കിട്ടിയ പേരാണ് ബാസിട്രാസിൻ. സോ ബാസിട്രാസിൻ ഈ ബാക്ടോപ്രിനോൾ ഫോസ്ഫേറ്റിന്റെ റീസൈക്ലിംഗ് ഇൻഹിബിറ്റ് ചെയ്യുന്ന മരുന്നാണ്. ഇവിടെ ഫോസ്ഫേറ്റ് പോയി അത് വെറും ഫോസ്ഫേറ്റ് ആവുന്നില്ല. ഇവിടെ വെച്ചിട്ട് ഫുൾ ഫോസ്ഫേറ്റ് ആയിട്ട് തന്നെ അവൻ അങ്ങനെ ഇരിക്കും. ഈ ഫോസ്ഫേറ്റ് ഒന്ന് പോയാലാണ് അവന് തിരിച്ച് റീസൈക്കിൾ ചെയ്തിട്ട് ഇവിടെ വീണ്ടും വന്ന് ഇവനെ എടുക്കാൻ പറ്റുള്ളൂ. അത് നടക്കില്ല. സോ മോണോമറിന് പുറത്തെത്താൻ പറ്റുന്നില്ല. അതിനടനം ഉണ്ടാക്കി വെച്ചു. അപ്പോഴാണ് നമ്മൾ മരുന്ന് കൊടുത്തത്. അപ്പോഴത്തേക്കും പുതിയതായിട്ട് പുറത്തേക്ക് വരുന്നില്ലെങ്കിൽ ദിസ് വിൽ ഇൻഹിബിറ്റ്. സോ ബാസിട്രാസിൻ ഇറ്റ് ഇൻഹിബിറ്റ് ഓൺലി ദിസ് ബാക്ടോപ്രിനോൾ എന്ന് പറയുന്ന ട്രാൻസ്പോർട്ടറിനെ മാത്രമാണ് ബ്ലോക്ക് ചെയ്യുക. വേറെ ഒരു എൻസൈമിനെയും തടയുന്നില്ല. സോ ദിസ് ഈസ് ദ സബ്സ്ട്രേറ്റ്. ഓൺലി ദിസ് സബ്സ്ട്രേറ്റിനെ മാത്രമാണ്. സോ ദിസ് ഈസ് ദ മെക്കാനിസം ഓഫ് ആക്ഷൻ ഓഫ് ബാസിട്രാസിൻ. Bacitracin inhibits the bactoprinol recycling. Bactoprinol is the transporter which transported the monomer NAG, NAM pentapeptide. അതിനെ പുറത്തേക്ക് എത്തിക്കുന്നത് ബാസിട്രാസിൻ ആണ്. അത് നടക്കുന്നില്ല. ഇനി പുറത്തെത്തിയ മോണോമർ. സോ ഇത് സെൽ മെംബ്രെയിനിൽ ചെറുതായിട്ട് വരയ്ക്കാം. ഓക്കെ, മോണോമർ ഞാൻ വരയ്ക്കാം. മോണോമർ ഇത് NAG ആണ്, ഇത് NAM ആണ്. പെന്റാപെപ്റ്റൈഡ് ഒരെണ്ണം ഉണ്ട്, ഇപ്പുറത്ത് വേറെണ്ണം ഉണ്ട് കൂടി കരുതുക നമുക്ക്. ഓക്കെ, ഇത് NAG ആണ്, NAM ആണ്, ഇത് NAG ആണ്. ഇവിടെ സംഭവം. പിന്നെ എന്താ വേണ്ടത്? ഇത് ആദ്യം തമ്മിലൊട്ടി ചേർന്നാലേ ഇത് രണ്ടും. അതിന് നമ്മൾ വിളിക്കുക ഇതൊരു മോണോമറാണ്, ഇതൊരു മോണോമറാണ്. തമ്മിൽ പിടിക്കുന്നതിനെ നമ്മൾ ട്രാൻസ് ഗ്ലൈക്കോസിലേഷൻ എന്ന് പറയും. ട്രാൻസ്ഗ്ലൈക്കോസിലേഷൻ തടയുന്ന മരുന്നുകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ മരുന്നുകളുണ്ട്. ഞാൻ ആദ്യത്തെ ഒരു മരുന്ന് പറയാം, അത് നമ്മൾ ഉപയോഗിക്കുന്നില്ല. മോയിനാമൈസിൻ ആണ്. മോയിനാമൈസിനും ആൻഡ് മെർസാസിഡിൻ, MERCAD, മെർസാസിഡ്. ഇത് രണ്ട് ഉപയോഗത്തിലില്ലാത്തതുകൊണ്ട് നമ്മൾ തൽക്കാലം ഈ സ്റ്റെപ്പ് അങ്ങ് വിടുകയാണ്. ഇനിയും ട്രാൻസ്ഗ്ലൈക്കോസിലേഷൻ ഇൻഹിബിറ്റർ ഉണ്ട്, ഞാനത് പറയാം. പിന്നെ അടുത്ത പ്രോസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുറത്തിറങ്ങിയ NAG ഞാനത് വേറെ വരച്ചു വെച്ചു ബിഗ് ആയിട്ട്, കാരണം വരച്ച് സമയം കളയാണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. സോ ഇത് ഒരു മോണോമറാണ്, ഇത് വേറൊരു മോണോമറാണ്. ഈ മോണോമറും കൂടി ഇങ്ങനെ പിടിപ്പിക്കണം. ഇതിന്റെ മൂന്നാമത്തെ പൊസിഷനിൽ നമുക്കറിയാം ഇങ്ങനെ സംഭവം ഉണ്ട്. ഇതിന്റെ ഇവിടെയുണ്ട്. ഓക്കെ, ഇവിടെയും ഇങ്ങനെ ഉണ്ട്. സോ ഇതിന്റെ മൂന്നാമത്തെ പൊസിഷൻ ടു ഇതിന്റെ നാലാമത്തെ പൊസിഷനിൽ ഒന്ന് പിടിപ്പിക്കണം. ഇതാണ് നമ്മൾ ട്രാൻസ്പെപ്റ്റിഡേഷൻ എന്നാണ് പറയാം. പെപ്റ്റൈഡ് ബോണ്ടുകളാണ് കൂടുതൽ ഒരുമിച്ച് പിടിപ്പിക്കുക, കൂട്ടിപ്പിടിപ്പിക്കുക. അപ്പൊ അതുകൊണ്ട് ട്രാൻസ്പെപ്റ്റിഡേഷൻ. സോ ഗ്ലൈക്കോസിലേഷൻ എന്ന് പറയുമ്പോൾ ഗ്ലൂക്കോസ് ഭാഗങ്ങൾ പിടിപ്പിക്കുക, ഗ്ലൈക്കോസിലേഷൻ. പെപ്റ്റൈഡ് പിടിപ്പിക്കുക, പെപ്റ്റിഡേഷൻ. ഇത് രണ്ടും തടയുന്ന ഒരു മരുന്നിനെ പറ്റിയാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ആ മരുന്നിന്റെ പേര് വാൻകോമൈസിൻ എന്നാണ്. വാൻകോമൈസിൻ എന്ന് പറഞ്ഞാൽ ഒറ്റൊരു മരുന്നല്ല, ഒരു ഗ്രൂപ്പ് ഓഫ് മരുന്നുകളാണ്. വാൻകോമൈസിൻ ഉണ്ട്, വേറെയും പല മരുന്നുകളുണ്ട്. നമുക്കത് അവിടെ ഡിസ്കസ് ചെയ്യാം. എങ്കിൽ നമ്മൾ അവയെ വിളിക്കുക ഗ്ലൈക്കോപെപ്റ്റൈഡ്സ് എന്നാണ് വിളിക്കുക. വേറെയും ഡാൽബ,
ഹെപ്റ്റൈഡ്സ് എന്നൊക്കെ പറഞ്ഞ പേരുകളുണ്ട്. നമുക്ക് ഈ പ്രോസസ്സ് നടക്കണമെങ്കിൽ ഇവിടുത്തെ 4ാമത്തെ ഈ അമിനോ ആസിഡ് ഈ ടെർമിനൽ ഡി അലാനിൻ ഇവിടെ നിന്ന് മാറ്റണം. ഇത് മാറ്റുന്ന എൻസൈംസിന്റെ പേരാണ് ട്രാൻസ്പെപ്റ്റിഡേഷൻ നടക്കണമെങ്കിൽ അത് നടത്തണം. സോ ട്രാൻസ്പെപ്റ്റിഡേസ് എന്നാണ് ഇതിന്റെ പേര്. ട്രാൻസ്പെപ്റ്റിഡേസ് എന്നാണ് ഇതിന്റെ പേര്. ഓർ അതിന് വേറൊരു പേര് കൂടിയുണ്ട്, ഫേമസ് പേരാണ് പെൻസിലിൻ ബൈൻഡിങ് പ്രോട്ടീൻ. പെൻസിലിൻ ബൈൻഡിങ് പ്രോട്ടീൻ എന്നും ഇതിന്റെ പേരുണ്ട്. സോ നമ്മളിവിടെ പറയാൻ പോകുന്നത് പെൻസിലിനെ കുറിച്ചിട്ടല്ല. പെൻസിലിന് മുമ്പ് ആക്ട് ചെയ്യുന്ന 2 സ്റ്റെപ്പുകളും ട്രാൻസ്ഗ്ലൈക്കോസിലേഷൻ തടയും ആൻഡ് ട്രാൻസ്പെപ്റ്റിഡേഷൻ തടയുന്ന മരുന്നാണ്. ആ മരുന്നിന്റെ പേരാണ് വാങ്കോമൈസിൻ. വാങ്കോമൈസിൻ ഒന്നും ചെയ്യുന്നില്ല സത്യത്തിൽ. വാങ്കോമൈസിൻ ദാ ഇവിടെ വന്നിട്ട് ഇങ്ങനെ വാങ്കോമൈസിൻ ഇങ്ങനെ അവിടെ പിടിച്ചിരിക്കും. ഈ ഡി അല എവിടെ കണ്ടാലും വാങ്കോമൈസിൻ അതിന് ചുറ്റും വന്ന് പിടിച്ചിരിക്കും. സോ ദിസ് ഈസ് വാങ്കോമൈസിൻ. വാങ്കോമൈസിൻ വന്നിട്ട് ഇറ്റ് സറൗണ്ട്സ് ദ ഡി അല. സോ ഇറ്റ്സ് നോട്ട് ആൻ എൻസൈം ഇൻഹിബിറ്റർ എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. ഇറ്റ് ജസ്റ്റ് അതിന്റെ സബ്സ്ട്രേറ്റ് ആയിട്ടുള്ള ഡി അലയിൽ വന്ന് ചുറ്റിവട്ടം, ഇത് ഡി അല ആണെങ്കിൽ ചുറ്റും വന്ന് ഇരിക്കും. അപ്പോൾ ഇതിനെ പിടിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. ഇവിടെ ഗ്യാപ്പായി, ഇവിടെയും ഗ്യാപ്പായി. അപ്പോൾ ഇവിടെയും അടുത്തതിന് പിടിപ്പിക്കാൻ പറ്റില്ല. അടുത്തതിന് വന്ന് ഇവിടെ പിടിപ്പിക്കുന്ന ഇവിടെ ഗ്യാപ്പ് ഉണ്ട്. സോ ഇങ്ങനെ പിടിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് രണ്ട് സ്റ്റെപ്പ് നടക്കില്ല. ദാറ്റ് ഈസ് ട്രാൻസ്ഗ്ലൈക്കോസിലേഷൻ നടക്കില്ല, ട്രാൻസ്പെപ്റ്റിഡേഷനും നടക്കും. സോ വാങ്കോമൈസിൻ ലൈക്ക് ഡ്രഗ്സ് ആർ ട്രാൻസ്പെപ്റ്റിഡേഷൻ inhibitors and also transglycosylation inhibitors and they are not inhibiting any enzymes. അതുകൊണ്ട് തന്നെ അവർക്ക് റെസിസ്റ്റൻസ് വരാനുള്ള സാധ്യതയും വളരെയധികം കുറവായിരിക്കും. നോ എൻസൈംസ് ആർ ഇൻവോൾവ്. പിന്നെ നമുക്ക് ഫൈനൽ ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്, അതിന്റെ പേരാണ് ബീറ്റാ ലാക്ടം ഗ്രൂപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും ഏതൊക്കെയാണ്? പെനിസിലിൻ വരും, സെഫാലോസ്പോറിൻ വരും, ബാക്കി നമ്മൾ പറഞ്ഞെല്ലാം പെനാംസ് വരും, ദെൻ ബാക്ടംസ് വരും. ഇതെല്ലാം അതിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ ആണ്. അതിന്റെ മെക്കാനിസം ആക്ഷൻ നമ്മൾ കേട്ടിട്ടുണ്ടാവും പല ആൾക്കാരും. ദീസ് ആർ ട്രാൻസ്പെപ്റ്റിഡേസ് ഇൻഹിബിറ്റേഴ്സ്. ഇത് ട്രാൻസ്പെപ്റ്റിഡേഷൻ മാത്രമാണ് തടയുക. ഓർ ദേ ഇൻഹിബിറ്റ് ദ എൻസൈം ട്രാൻസ്പെപ്റ്റിഡേസസ്, അല്ലെങ്കിൽ അവയുടെ പേര് പെനിസിലിൻ ബൈൻഡിങ് പ്രോട്ടീൻ 1B ഇൻഹിബിറ്റേഴ്സ്. സോ ഇത് രണ്ടും ചെയ്യും കേട്ടോ. ഇത് ട്രാൻസ്പെപ്റ്റിഡേഷൻ ചെയ്യും, ഗ്ലൈക്കോസിലേഷൻ ചെയ്യുന്ന എൻസൈമാണ്. പക്ഷെ ഇവിടെ ട്രാൻസ്പെപ്റ്റിഡേസ് മാത്രമാണ് ഇവിടെ തടയുക, പെനിസിലിൻ. സോ ഈ എൻസൈം എവിടെയാണ് ഇരിക്കുന്നത് വെച്ചാൽ, ഈ എൻസൈം ഞാനിപ്പോൾ വെറുതെ വരയ്ക്കുകയാണ്. ഈ എൻസൈം ഇതാണെന്ന് വിചാരിക്കുക. സോ ദിസ് ഈസ് ദ എൻസൈം ട്രാൻസ്പെപ്റ്റിഡേസ് എന്ന് പറയുന്ന എൻസൈം സെൽ മെംബ്രെയിനിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ആ സംഭവം വരികയാണ്. ഇത് NAG, ഇത് NAM ആൻഡ് ഇവിടെ ഇത് ചെയ്യാന്ന് വെച്ചാൽ ആദ്യം ഈ അടിയിലുള്ള 2 ഡി അലയെ പിടിച്ചങ്ങ് മാറ്റുകയാണ്. അത് മാറ്റുന്ന പരിപാടിയാണ് ടെർമിനൽ ഡി അലാനിൻ. അതിനങ്ങോട്ട് മാറ്റുന്ന പരിപാടിയാണ്. അപ്പോൾ അതിൽ ഇതങ്ങോട്ട് മാറ്റും, ടെർമിനൽ ഡി അല മാറ്റി. അപ്പോൾ ഇതിന്റെ ഇവിടെ ഒരു ആക്റ്റീവ് സൈറ്റ് ഉണ്ട്. ഇവിടെ ഒരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഉള്ള സെറിൻ, ആക്റ്റീവ് സെറിൻ സൈറ്റ് എന്നാണ് അതിന് പറയാ. ഈ ആക്റ്റീവ് സെറിൻ സൈറ്റ് വന്നിട്ട് ഇതിവിടെ മാറ്റും. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഇതിവിടെ ഒന്ന് പിടിപ്പിക്കുന്നതിന് ഈ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ആക്ടിവേഷൻ എന്നാണ് പറയുക. ആക്ടിവേഷൻ സ്റ്റേജ് എന്നാണ് നമ്മൾ പറയുന്നത്. എന്ന് വെച്ചാൽ ഈ എൻസൈമിന്റെ ആക്റ്റീവ് സെറിൻ സൈറ്റ് വന്ന് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് വന്ന് ഇവിടെ വന്ന് പിടിക്കുന്നു, ആക്ടിവേഷൻ. സോ അപ്പോൾ ഒരു കോംപ്ലക്സ് ഫോം ചെയ്ത് ഇതും കൂടി ചേർന്നിട്ട് ഒരു കോംപ്ലക്സ് ഫോം ചെയ്തു. അത് ഫോം ചെയ്യുമ്പോഴാണ് ഈ അവസാനത്തെ ഡി അല ഇവിടെ നിന്ന് അങ്ങോട്ട് വിട്ടുപോകും. ഇനി അടുത്ത സ്റ്റേജ് എന്ന് വെച്ചാൽ സോ ദിസ് ഇസ് ആക്ടിവേഷൻ സ്റ്റേജ് ആണ്. അടുത്ത സ്റ്റേജ് എന്ന് വെച്ചാൽ കപ്ലിംഗ് സ്റ്റേജ് ആണ്. സ്റ്റേജ് ഓഫ് കപ്ലിംഗ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മറ്റേ അമിനോ ആസിഡ് അടുത്ത ആളുടെ സംഭവം വന്നിട്ട് ഇവിടെ വന്ന് അങ്ങ് പിടിപ്പിക്കണം അല്ലെ. 3 തേർഡ് അമിനോ ആസിഡിലുള്ള ആ പെപ്റ്റൈഡ് ഇവിടെ വന്ന് പിടിപ്പിക്കുക എന്നുള്ളതാണ് കപ്ലിംഗ്. രണ്ടും കൂടി കൂട്ടിച്ചേർക്കലാണ്. സോ 2 പെപ്റ്റൈഡുകൾ ഇപ്പോൾ വീണ്ടും വരയ്ക്കാൻ സമയം വെറുതെ കളയണ്ടല്ലോ എന്ന് ഓർത്തിട്ട് എന്നാലും വരയ്ക്കാം. ഇത് NAM ആണ്. ഇത് 5 ഉണ്ടായിരുന്നു, ഇപ്പൊ 4 ആയി. അടുത്തതിന്റെ 3ാമത്തെ ഇവിടെ വന്നിട്ട് 1 2 3 ഉള്ളൂ. ഇത് NAM ആണ്, ഇത് NAG ആണ്. ഇവിടെ വന്ന് ഈ പിടിപ്പിക്കുന്ന പരിപാടിയാണ് കപ്ലിംഗ് എന്ന് പറയുന്നത്. സോ ഇത് ചെയ്യുന്ന പരിപാടിയാണ് ഈ സെൽ മെംബ്രെയിനിലുള്ള ട്രാൻസ്പെപ്റ്റിഡേസ് എൻസൈം അല്ലെങ്കിൽ പെനിസിലിൻ ബൈൻഡിങ് പ്രോട്ടീൻ ചെയ്യുക. അപ്പോൾ ക്രോസ് ലിങ്ക് ആയി. ക്രോസ് ലിങ്ക് എന്ന് ആലോചിച്ച് നോക്കുക. ഇവിടെയും ക്രോസ് ലിങ്ക്, ഇവിടെ ക്രോസ് ലിങ്ക്, ഇവിടെ ക്രോസ് ലിങ്ക്, ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഇതിന് ചുറ്റും നല്ല ഒരു കട്ടിയിൽ സെൽ വാൾ ഇങ്ങനെ ഫോം ചെയ്യും. ഓക്കെ, ഇതിന് ചുറ്റും സെൽ വാൾ ഫോം ചെയ്യും. സോ പിടിപ്പിച്ച് കഴിയുമ്പോൾ എന്ത് പറ്റും? പിടിപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും ട്രാൻസ്പെപ്റ്റിഡേസ് എൻസൈം വീണ്ടും പഴയതുപോലെ വൺസ് പിടിപ്പിച്ച് കഴിയുമ്പോൾ വീണ്ടും ഇവിടെ ആക്റ്റീവ് സെറിൻ സൈറ്റ് വന്ന് ഇവിടെ അങ്ങ് ഓക്കെ ആവും. ഓക്കെ, അതിന് നമ്മളപ്പോൾ തേർഡ് സ്റ്റേജ് നമ്മൾ റീജനറേഷൻ എന്നാണ് പറയുന്നത്. സോ എൻസൈംസ് ആക്റ്റീവ് ആകുന്നു, ദെൻ കപ്പിൾ ചെയ്യുന്നു, ദെൻ ഇറ്റ് ബിക്കംസ് അഗെയിൻ റീജനറേറ്റ്. ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും, സെൽ വാൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മുടെ ചോദ്യം ഇവിടെ പെനിസിലിൻ എന്താണ് റോൾ എന്നുള്ളതാണ് നമ്മൾ ചോദിക്കുക അല്ലെ. ബീറ്റാ ലാക്ടം ആന്റിബയോട്ടിക്സ് എങ്ങനെ പ്രവർത്തിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഇത്തരം ഈ പടങ്ങളാണ്. ഈ പടത്തിലേക്ക് നമ്മൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഇത് പെനിസിലിനാണ്, ഇത് DLA. നോക്കി, പെനിസിലിനും DLAയും കണ്ടാൽ ഒരേപോലെയാണ് ഇരിക്കുക. സോ ദീസ് ആർ സ്ട്രക്ചറൽ അനലോഗ്സ്. വീണ്ടും നമ്മൾ പഴയ അത് തന്നെയാണ് പറയാ, സ്ട്രക്ചറൽ അനലോഗ്.
analog. So penicillins or beta-lactams are structural analogs of D-ala. രണ്ടിനെയും കണ്ടാൽ ഒരേപോലെ ഇരിക്കും. അപ്പോൾ സെൽ മെമ്പറൈനിൽ ഇരിക്കുന്ന ദിസ് ട്രാൻസ്പെപ്റ്റിഡേസ് എന്ന് പറയുന്ന എൻസൈമിന് പെനിസിലിൻ അതിന് കണ്ടുപിടിക്കാൻ പറ്റുന്നത് ഫ്രീ ആയിട്ടുള്ള DLA എവിടെയാണെന്ന് വെച്ചാൽ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഫ്രീ ആയിട്ട് കിടക്കുന്ന DLA നോക്കി വരുമ്പോഴായിരിക്കും പെനിസിലിൻ കാണുക. പെനിസിലിനും DLA ഒരേപോലെ ഇരിക്കണോണ്ടിട്ട് പെനിസിലിൻ കയറി അവിടെ കയറി പിടിക്കും. സോ ഇൻസ്റ്റെഡ് ഓഫ് DLA പെനിസിലിൻ വിൽ ബൈൻഡ് ടു ദിസ് ട്രാൻസ്പെപ്റ്റിഡേസ് എൻസൈം. ട്രാൻസ്പെപ്റ്റിഡേസ് എൻസൈമിൽ പെനിസിലിൻ കയറി പിടിച്ചു കഴിഞ്ഞാൽ മറ്റേതുപോലെ കപ്ലിങ്ങോ റീജനറേഷനോ ഒന്നുമില്ല. ഇത് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ പണി തീർന്നു. ട്രാൻസ്പെപ്റ്റിഡേസിന്റെ പണി തീരുകയാണ് അതോടുകൂടി. ട്രാൻസ്പെപ്റ്റിഡേസ് കനോട്ട് ബി റീജനറേറ്റഡ് ബാക്ക്. പെനിസിലിന്റെ പിടുത്തം എന്ന് വെച്ചാൽ ഇറിവേഴ്സിബിൾ ബൈൻഡിങ് ആണ്. ഇറിവേഴ്സിബിൾ ബൈൻഡിങ് അങ്ങ് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കുക? ദിസ് ട്രാൻസ്പെപ്റ്റിഡേസ് ഈസ് ഇനാക്ടിവേറ്റഡ്. അത് ഇനാക്ടിവേറ്റഡ് ആകും. ഇനാക്ടിവേറ്റഡ് ആയി കഴിയുമ്പോഴത്തേക്കും എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ലേ എന്നുള്ള സിഗ്നൽ സെല്ലിലേക്ക് പോകും. അപ്പോൾ സെൽ പറയും എന്നാൽ നമുക്ക് മരിക്കാം അല്ലെ. ഓട്ടോലൈസിസ് നടത്താമെന്ന് ബാക്ടീരിയ തീരുമാനിക്കും. ആൻഡ് ദിസ് ബാക്ടീരിയ അങ്ങനെയുള്ള പ്രോസസ് ഒക്കെ അണ്ടർഗോ ചെയ്യും. ഓക്കെ, സോ ബാക്ടീരിയ ചാവും. സോ ദിസ് പെനിസിലിൻ ചെയ്യുന്നത്, പെനിസിലിൻ ഈസ് എ സ്ട്രക്ചറൽ അനലോഗ് ഓഫ് DLA. സോ ദേ വിൽ ബൈൻഡ് ടു ദ ആക്റ്റീവ് സൈറ്റ്. ആക്റ്റീവ് സെറിൻ സൈറ്റ് എന്ന് തന്നെ എഴുതുക. ആക്റ്റീവ് സെറിൻ സൈറ്റ് ഓഫ് ദിസ് ട്രാൻസ്പെപ്റ്റിഡേസ് എൻസൈം ആൻഡ് ദെർബൈ ഇറ്റ് ഇൻഹിബിറ്റ് ദിസ് എൻസൈം ഇറിവേഴ്സിബിളി. സോ ബീറ്റാ ലാക്ടംസ് പിടിപ്പിച്ച ട്രാൻസ്പെപ്റ്റിഡേസ് അതോടുകൂടി അവന്റെ അന്ത്യമാണ്, അവസാനമാണ്. ദേ വിൽ പ്രൊഡ്യൂസ് അപ്പോപ്റ്റോട്ടിക് സിഗ്നൽസ്. മരിക്കുക എന്നുള്ളതാണ്. സൂയിസൈഡ് സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് എന്നാണ് പറയാം. സോ പെൻസിലിൻ പിടിച്ച ട്രാൻസ്പെപ്റ്റിഡേസിനെ നമ്മൾ സൂയിസൈഡ് സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് എന്നാണ് പറയാം. ഇനി അവന് മരിക്കല്ലാതെ വേറെ ഒരു നിവൃത്തിയില്ല. അവന്റെ ജീവിതത്തിൽ അവന് വേറൊരു കാര്യം ചെയ്യാൻ പറ്റത്തില്ല. സോ ദിസ് ബീറ്റാലാക്ടംസ് വിൽ ഇറിവേഴ്സിബിളി ഇൻഹിബിറ്റ് ദിസ് ട്രാൻസ്പെപ്റ്റിഡേസസ് എൻസൈം. സോ നോ സെൽ വാൾ സിന്തസിസ്. സെൽ വാൾ ഉണ്ടാക്കുന്നില്ല. നോ ആക്ടിവേഷൻ ആൻഡ് ഓൺലി ആക്ടിവേഷൻ ഓഫ് ഓട്ടോലിറ്റിക് എൻസൈം. ഓട്ടോലൈസിൻസ് പോലെയുള്ള സാധനങ്ങൾ ഉണ്ടാകും. ബാക്ടീരിയ. സോ ഇങ്ങനെയാണ് പെൻസിലിൻ മാത്രമല്ല സെഫാലോസ്പോറിൻ ഇങ്ങനെയാണ് വർക്ക് ചെയ്യുക. കാർബാപെനാംസ് ഇങ്ങനെയാണ് വർക്ക് ചെയ്യുക. മോണോബാക്ടം. സോ ഓൾ ദീസ് ബിക്കോസ് ഓഫ് ദിസ് പെൻസിലിന്റെ ബീറ്റാ ലാക്ടം റിംഗിന്റെ ഐഡന്റിക്കൽ നേച്ചർ ടു ദാറ്റ് ഓഫ് DLA. സോ ഇത് ഞാൻ പല പൊസിഷനിൽ വെച്ചാലും ഒരേ രീതിയിൽ നമുക്ക് തോന്നും. ഇത് ബീറ്റാ ലാക്ടം റിംഗ് ആണ്, ഇത് DLA. ഇത് പെൻസിലിനാണ്, ഇത് DLA. എങ്ങനെ വെച്ച് നോക്കിയാലും ഇത് ഒരേപോലെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ കയറി ട്രാൻസ്പെപ്റ്റിഡേസ് എൻസൈം. സോ പെൻസിലിൻസ് ആർ ട്രാൻസ്പെപ്റ്റിഡേസ് എൻസൈം ഇൻഹിബിറ്റേഴ്സ് ഓർ ദീസ് ആർ ട്രാൻസ്പെപ്റ്റിഡേഷൻ ഇൻഹിബിറ്റേഴ്സ് ആണ്. വാങ്കോമൈസിൻ ട്രാൻസ്പെപ്റ്റിഡേഷൻ തടയും, അതിനൊപ്പം തന്നെ ട്രാൻസ്ഗ്ലൈക്കോസിലേഷൻ തടയും. അവ സത്യത്തിൽ ഒരു എൻസൈമിന്റെയും തടയുന്നില്ല, ശരിക്കും DLAയുടെ ചുറ്റും ഇങ്ങനെ വന്നിട്ടാണ് തടയുക. ദെൻ ബാസിട്രാസിൻ നമ്മൾ കണ്ടു, ദെൻ സൈക്ലോസറിൻ നമ്മൾ കണ്ടു, ആൻഡ് ഓൾസോ ഫോസ്ഫോമൈസിൻ നമ്മൾ കണ്ടു. സോ ഇങ്ങനെയാണ് ബാക്ടീരിയൽ സെൽ വാളിന്റെ ആദ്യ സ്റ്റെപ്പ് മുതൽ അവസാന സ്റ്റെപ്പ് വരെയുള്ള പല സ്റ്റെപ്പുകളിൽ നമ്മൾ ഈ പറഞ്ഞ മരുന്നുകൾ ആക്ട് ചെയ്യും. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. ഇനി നമുക്ക് ഓരോ മരുന്നിന്റെയും ആക്ഷൻസും കാര്യങ്ങളും പറഞ്ഞാൽ മതി. താങ്ക് യു ഫോർ വാച്ചിങ്.